പ്രജിത, ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് അപ്രതീക്ഷിതമായിരുന്നു. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇന്ത്യ ഇന്ന് വൈകിട്ടോടെ ഇവിടെ നമ്മുടെ രാജ്യത്ത് 244 സംസ്ഥാനങ്ങളിലായിട്ട് മോക്ക് ഡ്രിൽ പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്ന അവർ മോക്ക് ഡ്രില്ലൊക്കെ നടത്തട്ടെ, നമുക്ക് സമയമുണ്ട് എന്ന് വിചാരിച്ചതാണ്. സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെയായിരുന്നു പാകിസ്ഥാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ആ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചടിച്ചു. അവർക്ക് അപ്രതീക്ഷിതമായ സ്ഥാനത്ത് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് തിരിച്ചടിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു നിർദ്ദേശം ഉണ്ടായിരുന്നത്. അത് തന്നെ നമ്മുടെ സേന ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ ഒരു മികവ് കൂടിയാണ്. അപ്പം ബുധനാഴ്ച ഞാൻ പറഞ്ഞല്ലോ, ഇന്നാണ് മോക്ക് ഡ്രില്ല് നടത്താനിരുന്നത്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പേ നമ്മളിത് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. പുലർച്ചെയാണ് ചെയ്തത്. അതെ, പുലർച്ചെയാണ്. അതേസമയം 2019 ഫെബ്രുവരി 14 പുൽവാമയിൽ 40 ഇന്ത്യൻ സൈനികരെ പാക് പിന്തുണയുള്ള ഭീകരർ കൊലപ്പെടുത്തിയിരുന്നു. പുൽവാമ അറ്റാക്കിന്റെ സമയം. ആ സമയത്ത് നമ്മൾ തിരിച്ചടിച്ചത് ഇതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. ആ അപ്രതീക്ഷിതമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് വന്നത് പുലർച്ചെ 2:45-നും 4:05-നും ഇടയിലായിരുന്നു. എന്നാൽ സിന്ദൂർ നടത്തിയിരിക്കുന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണ്. ഈ 2 സമയവും എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ ഉറക്കത്തിലേക്കും നമ്മുടേതായ സാധാരണ ഏതൊരു മനുഷ്യനും ഒരു അത്ര വിജിലൻ്റ് അല്ലാതെ പോകുന്ന ഒരു സമയമാണിത്. ആ സമയത്ത് തന്നെയാണ് ഇന്ത്യയുടെ തിരിച്ചടി ഈ 2 സമയത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ മോക്ക് ഡ്രില്ലൊക്കെ വരുന്നത് ഏതാണ്ട് 1971-ലാണ് ഇത്രയും വിശാലമായ രീതിയിലൊക്കെ നടത്തുന്നത്. അത് ആ സമയത്തെ ഒരു സർജിക്കൽ ഒരു സമയത്താണ് അത് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ അണ്വായുധം ഉപയോഗിക്കുമെന്ന ഭീഷണി വരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നടത്തിയിരുന്ന സമയമാണിത്. ഇപ്പം പൊട്ടിക്കും, നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഒരു കാലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം പൊട്ടിക്കും, മൂട്ടി പൊട്ടിക്കും എന്ന് പറഞ്ഞു. പക്ഷെ മൂട്ടി പൊട്ടിച്ചത് ഇന്ത്യയാണ്. പാകിസ്ഥാന്റെ മൂട്ടിൽ തന്നെ പൊട്ടിച്ചിട്ടുണ്ട്. ഏതാണ്ട് എത്ര സ്ഥലങ്ങളിൽ 23 സ്ഥലങ്ങളിലോ മറ്റോ ആക്രമണം നടത്തിയെന്ന് പാകിസ്ഥാൻ തന്നെ തിരിച്ചു പറയുന്നുണ്ട്. അതായത് പാക് അധിനിവേശ കാശ്മീരിലെ കോട്ട്ലി, മുസഫറാബാദ്, അഹമ്മദ് ഈസ്റ്റ് ഏരിയ, പാക് പഞ്ചാബിലെ ഫവൽപൂർ, മുറിദ്കൈ എന്നിവിടങ്ങളിലാണ് പിന്നെ തിരിച്ചടി കിട്ടി എന്ന് പാകിസ്ഥാൻ തന്നെ പറയുന്നുണ്ട്. 5 ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായതായി പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ പ്രീത പറഞ്ഞ പോലെ പിന്നെ അവരിങ്ങനെ നമ്മളെ അത് പറഞ്ഞ് ഇത് പറഞ്ഞ് പ്രകോപിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒരു പിന്നെ ഈ കൊച്ചു വെളുപ്പാങ്കാലം തന്നെ ഒരു ഡീപ്പ് സ്ലീപ്പിൻ്റെയൊക്കെ ഏതൊരു മനുഷ്യനും കുറച്ച് സുഖമായിട്ട് ഉറങ്ങി വരുന്ന ഒരു സമയം കൂടെയാണ്. പുലർച്ചെ 2:30-3 മണി. ആ സമയത്ത് തന്നെ പാക് അധിനിവേശ കാശ്മീരിലെ ഈ പറയുന്ന കോട്ട്ലി, മുസാറാബാദ്, അഹമ്മദ് ഈസ്റ്റ് എന്നീ ഏരിയകളിലും പഞ്ചാബിലെ 2 ആക്രമണം നടത്തി ഞങ്ങൾക്ക് അടി കിട്ടി എന്ന് പാക് ആർമി വക്താവ് ജനറൽ അഹമ്മദ് ഷെരീഫ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. പാക് പഞ്ചാബിലും പാക് അധിനിവേശ കാശ്മീരിലും നിരവധി സ്ഫോടക ശബ്ദങ്ങൾ കേട്ടതായി പിന്നെ സ്വന്തം മാധ്യമപ്രവർത്തകരെ പാകിസ്ഥാന്റെ സ്വന്തം മാധ്യമപ്രവർത്തകരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ AIFP റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ പറയുന്ന കാര്യത്തിൽ അത് കൂടാതെ ഭീകരരുടെ 9 കേന്ദ്രങ്ങളാണ് നമ്മുടെ സേന ആക്രമിച്ച് എന്ന് അറിയിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ സേന സ്ഥിരീകരിച്ചിരിക്കുന്ന കാര്യം 9 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നാണ്. പാകിസ്ഥാൻ പറയുന്നത് 22 കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്, അല്ലെ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, എല്ലാവരും ചോദിക്കും മോദി എന്തെടുക്കാണ് അവിടെ എന്ന്. അതിന് കൃത്യമായ ഉത്തരം എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് സംയുക്ത സൈനിക നീക്കമായിരുന്നു. അപ്പോൾ ഈ സംയുക്ത സൈനിക നീക്കമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന നീക്കം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതിന്റെ ഓരോ സെക്കൻഡും അണുവിടാതെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം അത്രയും നമ്മുടെ പ്രധാനമന്ത്രി മോദി. തീർച്ചയായിട്ടും മോദി അവിടെ പോയില്ല, ഇവിടെ പോയില്ല, മോദി അത് ചെയ്തില്ല, മോദി ഇത് ചെയ്തില്ല. ഒരു കാര്യങ്ങളും ഇത്രത്തിൽ വളരെ നയതന്ത്രപരമായിട്ടും തന്ത്രപ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഇത് നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞ് ചെയ്യാനായിട്ട് ഒരു രാജ്യത്തിനും സാധിക്കില്ല.
ഒരു രാജ്യത്തിന് സാധിക്കില്ല. അത് മോദിയുടെ കാര്യം പറയുമ്പോഴേ മോദിക്കെതിരെ ഞാനൊന്ന് ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ. മോദിയുടെ പറയുമ്പോൾ ഇന്നലെ മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവ് പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ ഒരു ആന മണ്ടത്തരം ഒരിക്കലും പിന്നെ വിശ്വസിക്കാൻ കഴിയാത്ത, അതായത് മോദിക്ക് പഹൽഗാമിൽ ഇത്തരത്തിലെ ആക്രമണം നടക്കുമെന്ന് മുൻകൂട്ടി അറിവ് കിട്ടിയിരുന്നു, അതുകൊണ്ട് ഇതെല്ലാം ഡ്രാമയാണ്. മോദി പോയി അന്ന് അദ്ദേഹം പുറത്ത് ഏത് രാജ്യത്തെ സന്ദർശനത്തിനായിരുന്നല്ലോ അത് അദ്ദേഹം നമ്മുടെ സൗദിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പോരുന്നത്. അതെ, സൗദിയിലാണ് അദ്ദേഹം പോരുന്നത്. അപ്പോൾ ആ പോയതൊക്കെ തന്നെ അങ്ങനെ വിദേശ രാജ്യത്തേക്ക് പോകുന്ന മുമ്പ് തന്നെ മോദിക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടിയിരുന്നു. എന്നിട്ട് അത് തിരിച്ചു വന്നത് വരെ മോദിയുടെ ജാടയാണ്, ഡ്രാമയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ പ്രൈത അല്പം മുമ്പ് പറഞ്ഞത് അദ്ദേഹം ഈ 3 കരസേന ഇപ്പൊ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ യുദ്ധം നടന്നതിന് ശേഷമുള്ള അവലോകന യോഗങ്ങളിലൊക്കെ മോദിയുടെ സാന്നിധ്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ് ഉറപ്പായിട്ടും. പിന്നെ രണ്ടാമത് അതിനെയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ അതിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. സർവകക്ഷി യോഗത്തിൽ രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നല്ലോ, അമിത്ഷാ ഉണ്ടായിരുന്നല്ലോ, അത് മതിയല്ലോ, അവർ പങ്കെടുത്താൽ മതിയല്ലോ, അതിനും അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. പിന്നെ അദ്ദേഹം ഇവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പിന്നെ MA ബേബിയൊക്കെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇന്നത്തെ ദിവസം മാതൃഭൂമിയിൽ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു. അതായത് MA ബേബി ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എവിടെയാണ് മിസൈൽ വീഴുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതെ, അതായത് പിന്നെ ഇങ്ങനെയാണ് കാണുന്നത്. ഈ പിന്നെ മാധ്യമ പ്രവർത്തകൻ ഷാജനെ ഇപ്പൊ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തല്ലോ, മറുനാടൻ ഷാജനെ. അപ്പോൾ മാധ്യമ വേട്ടയാണ് എന്നാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ നമ്മുടെ ഗോപികൃഷ്ണന്റെ കാർട്ടൂണാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ നീക്കങ്ങൾ, യുദ്ധഭൂമിയിൽ ട്രംപ് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും നേതാക്കളൊക്കെ താമസിക്കുന്ന സ്ഥലത്താണ് ഇന്ത്യ ഈ തിരിച്ചടിക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ ഈ സമയത്ത് മോദിക്കൊപ്പം എന്ന് പറയുന്നത് സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലും ഉണ്ടായിരുന്നു. മോദിയും ഡോവലും ചേർന്നിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ വിജയമാണെന്ന് ഉറപ്പിക്കുക കൂടി ചെയ്തത്. അപ്പോൾ ഉറപ്പിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് മാറിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിനിടയിൽ ഇന്ന് നമുക്ക് മോക്ക് ഡ്രിൽ നടത്തുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ സുരക്ഷ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിപ്പോ പ്രതിപക്ഷ നേതാവിനെയും എല്ലാവരെയും വിളിച്ചു വരുത്തി നമുക്ക് ഒരു പ്രസ് മീറ്റ് നടത്തി ഞങ്ങൾ ഇന്ന സ്ഥലത്ത് തിരിച്ചടിക്കും എന്നൊക്കെ പറയുന്നത് നടക്കില്ല. അപ്പൊ ഇത് വളരെ സീക്രട്ട് ആയിട്ട് നടത്തുന്ന രാജ്യത്തിന്റെ തന്ത്രങ്ങളാണ്, യുദ്ധതന്ത്രങ്ങളാണ്. അതെങ്ങനെയാണ് വിളംബരം കൊട്ടി അറിയിക്കൂ? അപ്പോൾ അതൊന്നും കഴിയില്ല. എന്തായാലും ഈ പറയുന്നത് പോലെ ഓപ്പറേഷൻ സിന്ദൂർ അത് വിജയം തന്നെയായിരുന്നു. പാകിസ്ഥാന്റെ 12 ഭീകരർ കൊല്ലപ്പെട്ടു, 55 പേർക്ക് പരിക്ക് എന്നിങ്ങനെയാണ് പറയുന്നത്. കാര്യം ഈ നമ്മുടെ പഹൽഗാമിലെ ആക്രമണം നടത്തിയ ഭീകരർ ഒളിച്ചിരിക്കുന്ന ഒളിത്താവളമൊക്കെ കൃത്യമായി കിട്ടിക്കഴിഞ്ഞു. കാര്യം ചിലപ്പോൾ നേർക്കുനേർ വെടിയുതിർക്കാൻ കഴിഞ്ഞേക്കില്ല. കാര്യം അത് പാകിസ്ഥാന്റെ ഭൂമിയാണ്. പാകിസ്ഥാന്റെ ഭൂമിയിൽ ഇത്തരത്തിലൊരു ആക്രമണം ഇന്ത്യൻ മണ്ണിൽ നിന്ന് തന്നെയാണ് ഈ പറയുന്നത് പോലെ ആക്രമണം അങ്ങോട്ട് തിരിച്ചടിച്ചിട്ടുള്ളത്. അപ്പോൾ പാകിസ്ഥാന്റെ സേനാ കേന്ദ്രങ്ങൾ ഒന്നും തന്നെ തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നൊക്കെ, വിഷയത്തിൽ കൂടുതൽ ആക്രമണ പദ്ധതി നിലവിലില്ലെന്നും ഒക്കെ കേന്ദ്ര സർക്കാർ പത്രക്കുറിപ്പിലൂടെയൊക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് അത്ര സുഖകരമായിട്ടുള്ള, അതെ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചടിച്ചു എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ ഏപ്രിൽ 22-ന് 26 സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടത്, അവരെ ഇല്ലാതാക്കി കളഞ്ഞത്. അപ്പൊ ഇവർ ഉപയോഗിച്ചിരുന്നത് പോലും ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളൊക്കെയാണ്. അപ്പൊ അതിന് പ്രാദേശികമായിട്ടുള്ള പിന്തുണ ഉണ്ടായിട്ടുണ്ട്. പ്രാദേശിക പിന്തുണ ഇല്ലാതെ ഒരിക്കലും ഇത്തരത്തിൽ നുഴഞ്ഞു കയറാനും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും കഴിയില്ല. കുറ്റിക്കാടുകളിലൊക്കെ ഒളിച്ചിരിക്കാൻ ഏറ്റവും മിടുക്കരായിട്ടുള്ള അവരുടെ അത്തരത്തിൽ മിടുക്കരായിട്ടുള്ള ഭീകരരാണ് ഇങ്ങോട്ടേക്ക് കയറി വന്നത് എന്നുള്ളത്. അത് മാത്രമല്ല, ഈ വിനോദ സഞ്ചാരികൾ അവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ അവരുടെ ഒരു കുട്ടിയുടെ ഒരു ഡാൻസ് ഒരു വീഡിയോ നമ്മൾ കണ്ടായിരുന്നു. ആ സമയത്ത് വളരെ കൂളായി സംസാരിച്ചുകൊണ്ട് ഈ തീവ്രവാദി ആക്രമണം നടത്തിയ ഭീകരർ നടന്നു പോകുന്ന രംഗം വരെ കണ്ടു. അപ്പോൾ പ്രാദേശികമായി ഈ തീവ്രവാദികളെ അവിടെ പാർപ്പിച്ച് ഈ ക്രൂരകൃത്യം ചെയ്യുന്നതിന് നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഒറ്റിക്കൊടുത്ത നിരവധി പേരുണ്ട്. എല്ലാവരും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോ കാശ്മീരിലുള്ളവർ സ്വാതന്ത്ര്യം എന്തെന്ന് അനുഭവിച്ചു വരുന്നത്. പക്ഷെ അപ്പോഴും എവിടെയും തലതിരിഞ്ഞവരുണ്ടാവുമല്ലോ. അത്തരത്തിൽ തലതിരിഞ്ഞു പോയവർ തന്നെയാണ് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തത് എന്നുള്ളത് തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂർ എന്തായാലും
വിജയം തന്നെയാണ്. പാകിസ്ഥാന്റെ കരണക്കുറ്റിക്കുള്ള നല്ല ഒന്നാന്തരം അടിയാണ്. അപ്രതീക്ഷിതം തന്നെയായിരുന്നു എന്ന് വേണം പറയാൻ.